കമ്പൈലർ ഡിസൈൻ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സ്പീഡായിട്ട് പറഞ്ഞു പോവുകയാണ്. കമ്പൈലർ ആക്ട് ആസ് എ ട്രാൻസ്ലേറ്റർ transforming human oriented programming languages into computer oriented machine languages. It ignores machine dependent details for the programmer. It will convert the programming language into machine language. That is target. Compilers may generate three types of code. First one is pure machine code, machine instruction set without assuming the existence of any operating system or library, mostly being OS or embedded application. Augmented machine code, code with OS routines and routine support routines. It is used more often. Virtual machine code, virtual instructions. It can be run on any architecture with a virtual machine interpreter or a just-in-time compiler. For example, Java. Another way that compilers differ from one another is in the format of target machine code they generate. They can generate assembly or other source format, or they can generate a relocatable binary code, or they can generate absolute binary code. Any compiler must perform two major tasks, that are analysis and synthesis. The source program is analyzed and the machine language program is synthesized. ഇതാണ് ഒരു കമ്പൈലറിൻ്റെ സ്ട്രക്ചർ. ഒരു സ്കാനർ, പാഴ്സർ, സിമാൻറ്റിക് റൂട്ടിൻ, ഓപ്റ്റിമൈസർ, കോഡ് ജനറേറ്റർ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാം സ്കാനറിലേക്കാണ് കൊടുക്കുന്നത്. അത് ടോക്കൺസ് ജനറേറ്റ് ചെയ്യും. അത് ടോക്കൺസ് ജനറേറ്റ് ചെയ്ത ശേഷം പാഴ്സറിലേക്ക് കൊടുക്കും. പാഴ്സർ അതിനെ സിൻടാക്സ് അനാലിസിസ് നടത്തും. ആ സിൻടാക്സ് ട്രീ ഒരു അനോട്ടേറ്റഡ് സിൻടാക്സ് ട്രീ ആണ് ജനറേറ്റ് ചെയ്യുക. അതിനെ സിമാൻറ്റിക് റൂട്ടീൻ, സിമാൻറ്റിക് അനലൈസറിലേക്ക് കൊടുക്കും. അതൊരു ഇൻ്റർമീഡിയറ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യും. ആ ഇൻ്റർമീഡിയറ്റ് കോഡിനെ ഒപ്റ്റിമൈസർ ഒപ്റ്റിമൈസ് ചെയ്യും. കോഡ് ജനറേറ്റർ അതിനെ ടാർഗറ്റ് കോഡായിട്ട്, മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റും. ഈ സ്റ്റെപ്പുകളെ, ഫേസുകളെ സഹായിക്കാൻ ഒരു സിമ്പിൾ ടേബിൾ, ഒരു ആട്രിബ്യൂട്ട് ടേബിൾ, ഈ രണ്ടെണ്ണം നമ്മൾ സഹായിക്കും. ഇതാണ് ഒരു കമ്പൈലറിൻ്റെ സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം നെക്സ്റ്റ്. ഒരു കമ്പൈലർ എടുത്താൽ ആ കമ്പൈലറിനെ നമുക്ക് 6 ഫേസുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. There are 6 phases for a compiler. കമ്പൈലർ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്പൈലർ ഡിസൈനിങ്ങിന് പഠിക്കുന്നതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണെങ്കിൽ, ഇനി ഈ പറയാൻ പോകുന്നതാണ് കാര്യമായിട്ട് കമ്പൈലർ ഡിസൈനിങ്ങിനെ കുറിച്ച് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കമ്പൈലർ ഡിസൈനിങ്ങിൽ 6 ഫേസുകളാണെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ ഫേസാണ് ലെക്സിക്കൽ അനലൈസർ, രണ്ടാമത്തത് സിൻടാക്സ് അനലൈസർ, മൂന്നാമത്തത് സിമാൻറ്റിക് അനലൈസർ, നാലാമത്തത് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ. ഈ 4 ഫേസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ 4 ഫേസുകളും ഡയറക്റ്റ്ലി സോഴ്സ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതല്ലെങ്കിൽ ഈ 4 എണ്ണത്തിൻ്റെയും ഇൻപുട്ട് എന്ന് പറയുന്നത് സോഴ്സ് പ്രോഗ്രാമാണ്. സോഴ്സ് പ്രോഗ്രാമിനെ അതേപടി കൊടുക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ആവശ്യമില്ലാത്തതിനെയൊക്കെ കളഞ്ഞ് അതിന് പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റെപ്പിൽ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കുക. ഈ 4 പാർട്ടുകളും 4 എണ്ണവും അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആദ്യത്തെ 3 എണ്ണവും കൃത്യമായിട്ട് അനാലിസിസാണ് നടത്തുന്നത്. നിങ്ങളുടെ സോഴ്സ് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുക. ആ സോഴ്സ് പ്രോഗ്രാമിലെ ഓരോ ക്യാരക്ടറിനെയും ചെക്ക് ചെയ്ത് കൃത്യമായ രീതിയിലാണോ, അതിൻ്റെ സിൻടാക്സ് കറക്റ്റാണോ, സിമാൻറ്റിക്സ് കറക്റ്റാണോ, അതിൽ ഉപയോഗിക്കേണ്ട
കീവേഡുകൾ മാത്രമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ ചെക്ക് ചെയ്യലാണ് പണി. അങ്ങനെ ഓരോന്നിലും എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് പോലും അത് കണ്ടെത്തും. അതുകൊണ്ട് തന്നെ ഈ ഫേസുകളെ നമുക്ക് എന്തും വിളിക്കാം, ഒരു എറർ ഹാൻഡ്ലിംഗ് ഫേസാണ്, അല്ലെങ്കിൽ ഒരു എറർ ഡിറ്റക്റ്റിംഗ് ഫേസുകളാണ് ഇതൊക്കെ. ഈ 3 ഫേസുകളിലും ലെക്സിക്കൽ അനലൈസറിലാണെങ്കിൽ അത് ടോക്കണുകൾ ജനറേറ്റ് ചെയ്യും. ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഫേസാണ്. ഓരോന്നിനെയും ഇപ്പോൾ ഇൻഡ് എന്ന് പറഞ്ഞതിന് INT ഇൻഡ് എന്ന് പറയുന്നത് കീവേഡാണ്. എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേരിയബിൾ. ബി എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അനദർ വേരിയബിൾ. ഇങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊരു ഐഡൻറ്റിഫിക്കേഷൻ ഫേസാണ്. അതിനോടൊപ്പം തന്നെ ഈ ഇൻഡ് എന്നുള്ളതിന് നമ്മൾ സ്പെല്ലിങ് മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ INT എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ITN എന്നാകുക, അങ്ങനെയൊക്കെ ചെയ്താൽ ആ കീവേഡിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു എറർ റൈസ് ചെയ്യും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലെക്സിക്കൽ എററുകൾ. അപ്പോൾ നമുക്ക് ലെക്സിക്കൽ എററുകളെ കാണിച്ചു തരും. അപ്പോൾ ഓരോ കീവേഡുകളെയും ഓരോ വേരിയബിളുകളെയും ഓരോ ഡീലിമിറ്റേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കോമ, സെമിക്കോളൻ, ന്യൂ ലൈൻ ക്യാരക്ടർ, ഇതൊക്കെയാണ് ഇതിനൊക്കെ ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് റെക്കഗ്നൈസ് ചെയ്യൽ. അതാണ് മെയിനായിട്ട് ലെക്സിക്കൽ അനലൈസറിൻ്റെ ഒരു ആക്ടിവിറ്റി. അങ്ങനെ ലെക്സിക്കൽ അനലൈസർ അത് റെക്കഗ്നൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തും കണ്ടുപിടിക്കും, ലെക്സിക്കൽ എററുകളും കണ്ടുപിടിക്കും. അപ്പോൾ ലെക്സിക്കൽ എറർ വന്നു. ഇനി സിൻടാക്സ് അനലൈസറിലേക്ക് പോയാൽ നമുക്ക് സിൻടാക്സ് എറർ കിട്ടും. അത് നമുക്ക് പറഞ്ഞു തരും. സിമാൻറ്റിക് അനലൈസറിലേക്ക് പോയാൽ സിമാൻറ്റിക് എററുകൾ പറഞ്ഞു തരും. അങ്ങനെ ഈ പറയുന്ന സെക്ഷനുകൾ നമുക്കൊരു എറർ ഹാൻഡ്ലർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള സോഴ്സ് പ്രോഗ്രാമിനെ അനലൈസ് ചെയ്തു, എറർ ഡിറ്റക്റ്റ് ചെയ്തു, ആ എറർ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് അതെന്ത് ജനറേറ്റ് ചെയ്യും, ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വളരെ വിസ്തരിച്ചിട്ടുള്ളൊരു കോഡാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിൽ ഒരു കുത്തും കോമയും ഇടാത്ത രീതിയിൽ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കോഡായിരിക്കും ഇൻ്റർമീഡിയറ്റ് കോഡ്. അത് വലിച്ചു വാരി എഴുതുന്നത് പോലെ ഇരിക്കും. നിങ്ങൾ പരീക്ഷയ്ക്ക് ഉത്തരക്കടലാസിൽ എഴുതി വയ്ക്കുന്നത് പോലെ. ഒരു പോയിൻ്റേ നിങ്ങൾക്ക് അറിയുണ്ടാവുള്ളൂ, ആ പോയിൻ്റ് വെച്ച് 4, 5, 6 സെൻറ്റൻസ് എഴുതുന്ന പോലെ. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും ഇത് ഒറ്റ സെൻറ്റൻസിൽ ഒതുക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററിനെ കോഡ് ഒപ്റ്റിമൈസർ എന്ത് ചെയ്യും, 4 സെൻറ്റൻസിനെ ഒന്നാക്കി ഒതുക്കുന്നത് പോലെ 4 കോഡുകളെ ഒരെണ്ണാക്കിയിട്ട് ചുരുക്കും. ആവശ്യമില്ലാത്തതിനെയൊക്കെ കളയും, കൂട്ടിച്ചേർക്കാവുന്നതിനെയൊക്കെ കൂട്ടിച്ചേർക്കും. അങ്ങനെ കോഡുകളുടെ എണ്ണം കുറയ്ക്കും. അതാണ് കോഡ് ഒപ്റ്റിമൈസർ. ആ ഒപ്റ്റിമൈസ് ചെയ്ത കോഡിനെയാണ് ടാർഗറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡ് ഒപ്റ്റിമൈസറിനും കോഡ് ജനറേറ്ററിനും സോഴ്സ് പ്രോഗ്രാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മളതിനെന്ത് വിളിക്കും, ബാക്ക് എൻഡ് ആണെന്ന് വിളിക്കും. അപ്പോൾ കമ്പൈലറിന് 6 ഫേസുകളുണ്ട്. ലെക്സിക്കൽ അനാലിസിസ്, സിൻടാക്സ് അനാലിസിസ്, സിമാൻറ്റിക് അനാലിസിസ്, ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ, കോഡ് ഒപ്റ്റിമൈസർ, കോഡ് ജനറേറ്റർ. ഇതിൽ 2 എൻഡുകളാണെന്ന് പറയും, 2 സെക്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്രണ്ട് എൻഡ് എന്നും പറയും, ബാക്ക് എൻഡ് എന്നും പറയും. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബാക്ക് എൻഡ് എന്താണെന്ന്. ഇതായിട്ട് അസോസിയേറ്റ് ചെയ്ത് 2 സെക്ഷനുകൾ കൂടെ ഉണ്ട്. സിമ്പിൾ ടേബിൾ മാനേജർ, ഒരു എറർ ഹാൻഡ്ലർ. ലെക്സിക്കൽ അനലൈസറാണ് മെയിനായിട്ട് സിമ്പിൾ ടേബിളിലേക്ക് എൻട്രീസ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ വന്നിട്ടുള്ള എൻട്രീസിനെയൊക്കെ മറ്റുള്ളവർ അനാലിസിസ് പാർട്ടിൽ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ഒരു എറർ ഹാൻഡ്ലർ മെക്കാനിസം ഉണ്ട്. ആ എറർ ഹാൻഡ്ലർ ഉപയോഗിച്ച് നമുക്ക് ലെക്സിക്കൽ എറർ, മെയിനായിട്ട് 3 തരത്തിലുള്ള എററുകളാണ് പറയുക. ലെക്സിക്കൽ എറർ, സിൻടാക്സ് എറർ, സിമാൻറ്റിക് എറർ. ലെക്സിക്കൽ എറർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അൺഡിഫൈൻഡ് ആയിട്ട് അൺഡിക്ലെയർഡ് ആയിട്ടുള്ള വേരിയബിളുകൾ, കീവേഡുകൾ, ഇതിനെയൊക്കെ കാണിച്ചു തരും. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ ലൂപ്പ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു സിൻടാക്സിലാണെങ്കിൽ അത് കാണിച്ചു തരും. സിമാൻറ്റിക് അനലൈസർ എന്ന് പറഞ്ഞാൽ മീനിങ് വൈസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരും.
അപ്പോൾ അതിൽ സഹായിക്കാൻ ആരുണ്ട്? എറർ ഹാൻഡ്ലർ. അപ്പോൾ ഇതാണ് കമ്പൈലറിൻ്റെ ഫേസുകൾ. അപ്പോൾ എത്ര ഫേസുകളുണ്ട് കമ്പൈലറിന്? 6 എണ്ണം. ഏതൊക്കെയാണ്? ലെക്സിക്കൽ അനലൈസർ, സിൻടാക്സ് അനലൈസർ, സിമാൻറ്റിക് അനലൈസർ, ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ, കോഡ് ഒപ്റ്റിമൈസർ, കോഡ് ജനറേറ്റർ. എത്ര പാർട്ടുകളായിട്ട് പറയാം? 2 പാർട്ടുകളായിട്ട് പറയാം. സോഴ്സ് പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഫ്രണ്ട് എൻഡും സോഴ്സ് പ്രോഗ്രാമുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരു ബാക്ക് എൻഡ്. ആരൊക്കെ ഇവരെ കമ്പൈലറെ സഹായിക്കാൻ, കമ്പൈലറിൻ്റെ 6 ഫേസുകളെ സഹായിക്കാൻ ആരൊക്കെയുണ്ട്? സിമ്പിൾ ടേബിളും ഉണ്ട്, എറർ ഹാൻഡ്ലറും ഉണ്ട്. ഓക്കെ. ഇത് നമുക്കിതിൽ ഓരോന്നിനായിട്ട് പറയാം. സ്കാനറാണ് ലെക്സിക്കൽ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? The scanner begins the analysis of the source program by reading the input character by character and grouping characters into individual words and symbols. They are called tokens. അപ്പോൾ സ്കാനർ എന്താ ചെയ്യുന്നത്? അത് അനലൈസ് ചെയ്യും സോഴ്സ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചോളൂ. ഇൻഡ് എ കോമ ബി കോമ സി കോളൻ. അങ്ങനെയല്ലേ നമ്മളൊരു പ്രോഗ്രാമിംഗ് കോഡ് എഴുതുക. അപ്പോൾ അതിനെ ഒരു ബഫറിലേക്ക് സ്റ്റോർ ചെയ്തു. അതിലൊരു സ്കാനറിന് ഒരു ഫോർവേഡ് പോയിൻ്റർ ഉണ്ട്. ആ ഫോർവേഡ് പോയിൻ്റർ ഐയിൽ വന്ന് നിന്നു. അപ്പോൾ ഐ റീഡ് ചെയ്തു. അടുത്തതിൽ എന്നിൽ പോയി നിന്നു. എന്നെ റീഡ് ചെയ്തു. അടുത്തത് ടിയിൽ പോയി നിന്നു. ടീനെ റീഡ് ചെയ്തു. അങ്ങനെ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് റീഡ് ചെയ്തിട്ട് അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയും അതെന്താണോ ആ രീതിയിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. ഇപ്പോൾ INT എന്നുള്ളതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഇൻഡ് എന്ന് പറയുന്ന കീവേഡായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ ഒരു സ്പേസ് വരും. ആ സ്പേസിനെ എന്തായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും? ഡീലിമിറ്ററായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഈ ഡീലിമിറ്റർ നമുക്ക് ഇനിയുള്ള പ്രോസസ്സിങ്ങിൽ വേണോ? വേണ്ട. അപ്പോൾ നമ്മൾ ആ ഡീലിമിറ്ററിനെ ഒഴിവാക്കി. അപ്പോൾ INT എന്നുള്ള കീവേഡിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. എന്തായിട്ട് ആക്സെപ്റ്റ് ചെയ്തു? കീവേഡായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. അതിനെ എവിടെ കൊണ്ടുപോയിടും? സിമ്പിൾ ടേബിളിൽ കൊണ്ടുപോയിട്ടിടും. അടുത്തത് സ്പേസ് വന്നു. ഡീലിമിറ്റർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഡീലിമിറ്ററിനെ വേണ്ടാന്ന് പറഞ്ഞു. അതിനെ ഒഴിവാക്കി. അടുത്തത് പോയിൻ്റർ പോയി നിൽക്കുന്നത് എവിടെയാണ്? എയിലാണ് പോയിൻ്റർ പോയി നിന്നത്. അപ്പോൾ അതിനെ എനെ റീഡ് ചെയ്തു. എനെ എന്താക്കി മനസ്സിലാക്കണം? വേരിയബിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ കൊണ്ടുപോയിട്ട് അവിടെ ഇടും. സിമ്പിൾ ടേബിളിൽ കൊണ്ടുപോയിട്ടിടും. എ എന്താണ്? വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ ടൈപ്പ് എന്താ? ഇൻറ്റീജറാണ്. അതിൻ്റെ സൈസ് എത്രയാണ്? 4 ആണ്. അപ്പോൾ ആ ഡീറ്റെയിൽസും കൂടെ സിമ്പിൾ ടേബിളിൽ എൻറ്റർ ചെയ്ത് വിടും. പിന്നെയും വന്നു സ്കാൻ ചെയ്ത് അടുത്ത പോയിൻ്റർ എവിടേക്ക് പോയി? കോമയിലേക്ക് പോയി. അപ്പോൾ അതെന്ത് പറഞ്ഞു? ഇത് കോമയാണ്, ഇത് ഡീലിമിറ്ററാണ്. ഈ ഡീലിമിറ്ററിനെ നമുക്ക് ഇനിയുള്ള പ്രോസസ്സിങ്ങിൽ വേണ്ട. അപ്പോൾ ഇവിടെ ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഒഴിവാക്കി. അടുത്ത പോയിൻ്റർ എവിടേക്ക് പോയി? ബിയിലേക്ക് പോയി. അപ്പോൾ പറഞ്ഞു ഇത് ബി എന്ന് പറയുന്ന വേരിയബിളാണ്, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടു. സിമ്പിൾ ടേബിളിൽ കൊണ്ടുപോയിട്ടു. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റാണ്. അപ്പോൾ ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റാണെന്ന് രേഖപ്പെടുത്തി. അതിൻ്റെ സൈസ് രേഖപ്പെടുത്തി. അങ്ങനെ ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് നമ്മളിതിനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കിട്ടുന്ന ഓരോന്നിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ടോക്കൺ. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് കീവേഡാണ്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് ടോക്കൺ. എ എന്ന് പറയുന്നത് വേരിയബിളാണ്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഐഡൻറ്റിഫൈഡ് ടോക്കൺ. ബി എന്ന് പറയുന്നത് അടുത്ത വേരിയബിളാണ്. ഇറ്റ് ഈസ് ദ തേർഡ് ഐഡൻറ്റിഫൈഡ് ടോക്കൺ. മനസ്സിലായി? ഇതിനെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ പറഞ്ഞു INT എന്ന് കഴിഞ്ഞാൽ ആ സ്പേസ് വന്നപ്പോൾ ഈ INT എന്ന് പറയുന്ന 3 ക്യാരക്ടേഴ്സിനെയും കൂടെ ഒരൊറ്റ ടേമായിട്ട് കണക്കാക്കണം. ഇൻറ്റ് എന്ന് കണക്കാക്കണം. ആ ഇൻറ്റ് എന്ന് പറയുന്നത് കീവേഡാണ്. എ എന്ന് പറയുന്നത് ബീനെ അതിലേക്ക് ചേർക്കാൻ പാടില്ല, ഇൻറ്റിലേക്കും ഉൾപ്പെടുത്താൻ പാടില്ല. എ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ എ എന്ന് പറയുന്നതിന് വേരിയബിളായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ സ്കാനറിന് പറഞ്ഞു കൊടുക്കാൻ, അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് റെഗുലർ എക്സ്പ്രഷൻസ്, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, ലെക്സ്. ഇതൊക്കെയാണ് ഈ
സ്കാനറിൻ്റെ സഹായികൾ. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം അരുൺ സാറ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്താ പേപ്പറിൻ്റെ പേര്, തിയററ്റിക്കൽ കമ്പ്യൂട്ടേഷനിൽ TC-യിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് റെഗുലർ എക്സ്പ്രഷൻ, എന്താണ് NFA, ഓട്ടോമാറ്റ് എന്താണെന്നൊക്കെ അറിയും. ട്രാൻസിഷൻ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയും. ആ ട്രാൻസിഷനിൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്താണെന്ന് നിങ്ങൾക്കറിയും, ആക്സെപ്റ്റിംഗ് സ്റ്റേജ് എന്താണെന്ന് നിങ്ങൾക്കറിയും. ആ ഓരോ ആക്സെപ്റ്റിംഗ് സ്റ്റേജും വരുമ്പോഴാണ് അത് INT അടുത്തത് വന്നു, ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് വന്നു, ഇൻറ്റ് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തു, ആ ഇൻറ്റ് എന്നുള്ളത് കീവേഡാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റാണ്. അപ്പോൾ ഈ സ്കാനറിൻ്റെ വർക്കിങ്ങിനെ സഹായിക്കാൻ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? റെഗുലർ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം, NFA ഉപയോഗിക്കാം, DFA ഉപയോഗിക്കാം, ലെക്സ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ സ്കാനർ എന്തിനെ ജനറേറ്റ് ചെയ്തു? ടോക്കണുകൾ ജനറേറ്റ് ചെയ്തു. ആ ടോക്കണുകൾ അടുത്തതിലേക്ക് പോയി പാഴ്സർ. ഈ പാഴ്സർ എന്താ ചെയ്യുന്നത്? Given a formal syntax specification, typically as a context-free grammar, the parse reads tokens and groups them into units as specified by the productions of CFG being used. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ ഒരുപാട് പ്രൊഡക്ഷൻ റൂളുകൾ ഉണ്ടാവും. ആ പ്രൊഡക്ഷൻ റൂളുകളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഈ ടോക്കണുകളെയൊക്കെ ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ആര് ചെയ്യുന്ന പണി? പാഴ്സർ ചെയ്യുന്നത്. ഈ CFG എന്താണ് പ്രൊഡക്ഷൻ റൂൾ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ, നമ്മൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. CFG എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രൊഡക്ഷൻ റൂൾ, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ഒരു പെർട്ടിക്കുലർ ഗ്രാമർ എടുത്ത് ആ ഗ്രാമറിൽ വരുന്ന പ്രൊഡക്ഷൻ റൂൾ വെച്ച് നമ്മൾ ഇതിനെയൊക്കെ അടുത്ത മൊഡ്യൂളുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഫേസസ് ഓഫ് കമ്പൈലർ ചോദിച്ചാൽ നിങ്ങൾ എഴുതി വയ്ക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഓരോന്നിനെക്കുറിച്ചുള്ള കുട്ടി എക്സ്പ്ലനേഷൻ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഗ്രാമറുകൾ ഒരുപാട് തരത്തിലുള്ളതുണ്ട്. ഗ്രാമറുകൾ ഉണ്ടാവും. ഓരോ ലാംഗ്വേജിനും വേറെ ഗ്രാമറുകളാണ്. അപ്പോൾ നിങ്ങളുടെ പർട്ടിക്കുലർ ലാംഗ്വേജിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാമറിൽ എന്ത് പ്രൊഡക്ഷൻ റൂളാണോ തന്നിരിക്കുന്നത് ആ പ്രൊഡക്ഷൻ റൂളുകൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ ഈ ടോക്കൺ ഉപയോഗിച്ച് പ്രൊഡക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പാഴ്സർ ചെയ്യുന്നത്. A syntactic structure is recognized. The parser either calls corresponding semantic routines directly or builds a syntax. ഒന്നുകിൽ ഈ സിൻടാക്സ് പ്രൊഡക്ഷൻസ് റെക്കഗ്നൈസ് ചെയ്ത് സിൻടാക്സ് അനാലിസിസ് ചെയ്ത ശേഷം സിമാൻറ്റിക് റൂട്ടീനെ ഡയറക്റ്റായിട്ട് കോൾ ചെയ്യാം. അതല്ലെങ്കിൽ അത് അടുത്ത സിമാൻറ്റിക് അനലൈസറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ആ പ്രൊഡക്ഷൻസിൽ സിമാൻറ്റിക് റൂൾസ് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ അടുത്ത സിമാൻറ്റിക് അനലൈസറിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻപുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും. അത് എന്തായിരിക്കും? ഒരു സിൻടാക്സ് ട്രീ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ പാഴ്സർ ഉപയോഗിക്കുന്നത് CFG ഉപയോഗിക്കും, DNF ഉപയോഗിക്കും, GAA ഉപയോഗിക്കും, LR പാഴ്സർ, പലതരത്തിലുള്ള ഒരുപാട് പാഴ്സറുകളുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പലതരത്തിലുള്ള പാഴ്സറുകളുണ്ട്. ഒരു പാഴ്സർ ജനറേറ്റർ ഉണ്ട്. ലെക്സ് പറഞ്ഞതുപോലെ ഒരു പാഴ്സർ ജനറേറ്റർ ഉണ്ട്. അത് യാക്കാണ്. അത് ലെക്സും യാക്കും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് പാഴ്സറിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാഴ്സിങ്ങും കഴിഞ്ഞു. ഒരു സിൻടാക്സ് ട്രീ നമുക്ക് കിട്ടി. ആ സിൻടാക്സ് ട്രീ സിമാൻറ്റിക് അനലൈസറിലേക്ക് പോകും. ഇറ്റ് പെർഫോംസ് 2 functions. ചെക്ക് ദ സ്റ്റാറ്റിക് സിമാൻറ്റിക്സ് ഓഫ് ഈച്ച് കൺസ്ട്രക്റ്റ്. സ്റ്റാറ്റിക് സിമാൻറ്റിക് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ചില വേരിയബിൾസൊക്കെ നമ്മൾ എക്സിക്യൂഷൻ ടൈമിൽ ഡൈനാമിക് ആയിട്ടാണ് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചിലതിനൊക്കെ നമ്മൾ അവിടെ തന്നെ വാല്യൂസ് സെറ്റ് ചെയ്ത് കോൺസ്റ്റൻറ്റുകളായിട്ടും അല്ലെങ്കിൽ ചില വാല്യൂസ് ഡിഫൈൻ ചെയ്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് പറയുന്നത് സ്റ്റാറ്റിക് സിമാൻറ്റിക്സ്. അതിലുള്ള വാല്യൂസിനിട്ട് ഇപ്പോൾ അതിൽ ചില വേരിയബിൾസിന് ചില കോൺസ്റ്റൻറ്റുകൾക്കൊക്കെ വാല്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതിനെയൊക്കെ ചെക്ക് ചെയ്യാം. ഡു ദ ആക്ച്വൽ ട്രാൻസ്ലേഷൻ. അതിനുശേഷം അതിന് ആക്ച്വൽ ട്രാൻസ്ലേഷൻസ് നടത്തുക. ട്രാൻസ്ലേഷൻസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ചിലതിന് റിയൽ വാല്യൂവിലേക്ക് മാറ്റേണ്ടി വരും,
അത് നമ്മൾ അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിന് ഓരോന്നിനെയും അതിൻ്റെ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്താണ് അതിന് കിട്ടുന്ന ഇൻറ്റിജർ ആണെങ്കിൽ അതൊരു നമ്പറായിരിക്കും. അത് റിയൽ ആവാം, അതല്ലെങ്കിൽ ഹോൾ നമ്പർ ആവാം. എന്ത് തരത്തിലുള്ള നമ്പറാണോ നമ്മൾ അസൈൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ആക്ച്വൽ ട്രാൻസ്ലേഷൻസ് നടക്കും. ഈ സിമാൻറ്റിക് റൂട്ടീനെയാണ്, സിമാൻറ്റിക് അനലൈസറിനെയാണ് ഹെർട്ട് ഓഫ് ദ കമ്പൈലർ എന്ന് പറയുന്നത്. അതാണ് എന്തുകൊണ്ടാണ് പറയുന്നത്, അതിൻ്റെ ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മീനിങ് എന്താണ്, ആ മീനിങ് പ്രകാരമാണോ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് എന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ സെൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പാർട്ടാണ് എന്ത്, സിമാൻറ്റിക് അനലൈസർ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ദി ഹാർട്ട് ഓഫ് കമ്പൈലർ. ഇവിടെ നമ്മൾ ട്രാൻസ്ലേഷൻ സ്കീമുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിൻറ്റാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻസ് ഉപയോഗിക്കും, സിമാൻറ്റിക് പ്രോസസ്സിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കും. എന്നിട്ട് നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനും ക്രിയേറ്റ് ചെയ്യും. ആ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്ററാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് സിമാൻറ്റിക് റൂട്ടീൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഇൻഫർമേഷൻസും ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വാലിറ്റി കൊടുത്ത് ഒന്നിനെയും വെട്ടി ചുരുക്കാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന്. അപ്പോൾ നിങ്ങളൊരു കോഡ്, ഒരു 100 ലൈൻ ഓഫ് കോഡുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതിൽ ഒരു 400-500 ലൈൻ ഓഫ് കോഡുകളുണ്ടാവും. അത്രയ്ക്കും എലാബറേറ്റ് ചെയ്ത് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് റിപ്പീറ്റേഷൻസ് ഒന്നും അവിടെ കണക്കാക്കില്ല. റിപ്പീറ്റായിട്ട് വന്നതെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ റിപ്പീറ്റായിട്ട് ആ കോഡ് യൂസ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ഇഷ്ടം പോലെ കോഡുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ പോരെ എന്നൊക്കെ നമുക്ക് ചോദ്യം വരും. അവിടെ അങ്ങനത്തെ ഒരു ചോദ്യത്തിനേ അർത്ഥമില്ല. റിപ്പീറ്റേഷൻസ് വന്നാൽ റിപ്പീറ്റേഷൻസ് കിടന്നോട്ടെ കൃത്യമായിട്ട്. അപ്പം നിങ്ങൾക്ക് 4ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്യാൻ 4 + 5 4 + 5 എത്ര 9 പെട്ടെന്ന് കിട്ടി അല്ലേ. അതേസമയം 4ഉം 5ഉം നിങ്ങൾ കയ്യിൽ വിരലെടുത്തിട്ട് അതില്ലെങ്കിൽ നോട്ട് പുസ്തകത്തിൻ്റെ സൈഡിലിട്ടിട്ട് 4 + 5 = 4 ഒരു കയ്യിലെടുത്തു, 5 അടുത്ത കയ്യിലെടുത്തു, എണ്ണി കണക്കാക്കി 9 എന്ന് എഴുതുന്നത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ആ വ്യത്യാസമാണ്. ഒരു തെറ്റും വരരുത് എന്നുള്ള രീതിയിലുള്ള ഒരു കോഡ് ആണ് എവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനിൽ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ലൈൻ ഓഫ് കോഡുകൾ ഉണ്ടാവുകയും. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് കോഡ് റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞാൽ അടുത്തത് ഒപ്റ്റിമൈസറാണ്. The IR code generated by the semantic routine is analyzed and transformed into functionally equivalent but improved IR code. ഫങ്ഷൻസ് ഒക്കെ സെയിം ആയിരിക്കണം, എന്നാൽ IR കോഡ് എന്തായിരിക്കണം, ഇംപ്രൂവ്ഡ് ആയിരിക്കണം. ദിസ് ഫേസ് ക്യാൻ ബി വെരി കോംപ്ലക്സ് ആൻഡ് സ്ലോ. അപ്പോൾ ഫങ്ഷണാലിറ്റീസിലൊന്നും നമ്മൾ വെട്ടിച്ചുരുക്കാൻ പോവുകയാണ്. ഒരുപാട് ഇപ്പോൾ 400-500 കോഡാണെന്ന് കരുതുക. 500 കോഡിനെ ഞാൻ ഒരു 250 കോഡായിട്ട് അല്ലെങ്കിൽ 300 കോഡായിട്ട് വെട്ടിച്ചുരുക്കാൻ പോവുക. അങ്ങനെ എണ്ണം കുറയ്ക്കുമ്പോൾ അതിൻ്റെ മീനിങ്ങിനോ അതിൻ്റെ ഫങ്ഷണാലിറ്റിക്കോ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണിതെന്ന് പറയുന്നത്. പീഫോൾ ഒപ്റ്റിമൈസേഷനാണ് നടത്തുന്നത്. പീഫോൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ പാർട്ട് സെലക്ട് ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, അടുത്ത പാർട്ടിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, പിന്നെ രണ്ടും കൂടെ ചേർത്ത് വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യുക. അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് വരുന്ന രീതിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പീഫോൾ ഒപ്റ്റിമൈസേഷൻ. ലൂപ്പ് ഒപ്റ്റിമൈസേഷൻ, രജിസ്റ്റർ അലോക്കേഷൻ, കോഡ് ഷെഡ്യൂളിംഗ്, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം നടത്താവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിനി അടുത്ത ഓരോ മൊഡ്യൂളുകളും ഓരോ ഫേസുകളാണ്. ഇനിയുള്ള മൊഡ്യൂളുകൾ ഓരോന്നിലും ഓരോ ഫേസുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വേർഷൻസ് നമുക്ക് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിമൈസറെ സഹായിക്കാൻ ആരൊക്കെയുള്ളത്, രജിസ്റ്റർ ഉണ്ട്, ടെമ്പററി മാനേജ്മെൻ്റ് ഉണ്ട്, പീഫോൾ ഒപ്റ്റിമൈസറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സഹായത്താൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷന് ഫങ്ഷണാലിറ്റി ഒട്ടും മാറാതെ ഒരു ഇംപ്രൂവ്ഡ് റെപ്രസെൻറ്റേഷനാക്കി നമ്മൾ കോഡ് ക്രിയേറ്റ് ചെയ്തെടുക്കും.
അതും കഴിഞ്ഞു. നമുക്ക് അവസാനത്തെ സ്റ്റേജിലെത്തി. ഒപ്റ്റിമൈസ്ഡ് കോഡുണ്ട്. ആ ഒപ്റ്റിമൈസ്ഡ് കോഡിനെ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യും? ടാർഗറ്റ് മെഷീൻ കോഡാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ഇൻ്റർപ്രറ്റീവ് കോഡ് ജനറേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കും. അത് ഒരു ട്രീ റെപ്രസെൻറ്റേഷനായിട്ടോ ഡാഗ് റെപ്രസെൻറ്റേഷനായിട്ടോ ഉണ്ടാക്കാം. അതൊരു ഗ്രാമർ ബേസ്ഡ്, ഇപ്പോൾ നിങ്ങൾ ഏത് ഗ്രാമറാണോ യൂസ് ചെയ്യുന്നത് ആ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടാർഗറ്റ് കോഡാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കതൊരു ട്രീ അഡ്രസ് കോഡായിട്ട് ഉണ്ടാക്കാം, ഒരു ട്രീ ആയിട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഒരു ഡാഗ് ആയിട്ടും ഉണ്ടാക്കാം. ഡയറക്റ്റ് അസൈക്ലിക് ഗ്രാഫാണ് ഡാഗ് എന്ന് പറയുന്നത്. ഒരു ട്രീ റെപ്രസെൻറ്റേഷൻ ആവാം, അതല്ലെങ്കിൽ ഡാഗ് ആവാം, അതല്ലെങ്കിൽ എന്താവാം, ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് കോഡല്ല, ഒരു ട്രീ അഡ്രസ് കോഡാക്കി ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ 6 ഫേസുകളിൽ നടത്തുന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, കമ്പൈലറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ ഫേസസ് ഓഫ് കമ്പൈലർ. അപ്പോൾ ഈ 6 ഫേസുകളും ആ ഫേസുകളെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ഡിസ്ക്രിപ്ഷനാണ് തന്നത്. ആ ഡിസ്ക്രിപ്ഷനും എഴുതി വയ്ക്കുക. ഇനി ഇത് ഒരു എക്സാമ്പിളാണ്. പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് റേറ്റ് ഇൻറ്റു 60. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ എക്സാമ്പിളാണ്. സ്കാനർ ലെക്സിക്കൽ അനലൈസറിലേക്ക് കടന്നു. അപ്പോൾ ലെക്സിക്കൽ അനലൈസർ ഇതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്താൽ ഐഡൻറ്റിഫയർ എന്നാണ് വിളിക്കുക. പൊസിഷനെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഐഡൻറ്റിഫയർ ഈക്വൽ ടു എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനെ ഐഡൻറ്റിഫയർ ആയിട്ടല്ല ഐഡൻറ്റിഫൈ ചെയ്യുക, അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇനീഷ്യൽ എന്നുള്ളതിനെ അടുത്ത ഐഡൻറ്റിഫയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ ID2 എന്ന് പറയും. പ്ലസ് എന്നുള്ളതിന് അടുത്ത ഓപ്പറേറ്റർ. റേറ്റ് എന്നുള്ളത് അടുത്ത ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊരു വേരിയബിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ. അല്ല നമുക്ക് ABCD എന്നൊന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പൊസിഷൻ എന്നൊന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഐഡൻറ്റിഫയർ 1. രണ്ടാമതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് ഐഡൻറ്റിഫയർ 2. എന്തായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തത്? ഒരു വേരിയബിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനെ നേരത്തെ അവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പൊസിഷൻ എന്നുള്ളതിനെ ഇൻറ്റിജറായിട്ടോ ഫ്ലോട്ടിംഗ് വാല്യൂ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിക്ലെയർ ചെയ്ത് വെച്ചതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്, ആ പൊസിഷൻ എന്നുള്ളതിനെ ഞാൻ എന്തായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്? ID1 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ID2 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റേറ്റിനെ ID3 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ സൈനിനെ ഓപ്പറേറ്ററായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. 60 നമ്പറാണ്, ആ നമ്പറിനെ അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് 60 എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു? 60യെ 60 ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിന് ഓരോന്നിനെയും നമുക്ക് എന്ത് വിളിക്കാം? ടോക്കണുകൾ എന്ന് വിളിക്കാം. ID1 ടോക്കണാണ്, ID2 ടോക്കണാണ്. അപ്പോൾ ടോക്കണുകൾ ജനറേറ്റ് ചെയ്തു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്തത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ പാഴ്സർ അതിനെ ഒരു ട്രീ ആക്കി മാറ്റി, ഒരു പാഴ്സ് ട്രീ ആക്കി മാറ്റി. ഈ പാഴ്സ് ട്രീ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പാഴ്സിങ് പഠിക്കുമ്പോൾ പറയാം. ഇപ്പോൾ ഇങ്ങനെ മാത്രം മനസ്സിലാക്കി വയ്ക്കുക. നോഡുകളിൽ ഓപ്പറേറ്ററുകൾ മാത്രം വരുന്ന ട്രീ ആണ് പാഴ്സ് ട്രീ. ഇവിടെ നോക്കിയാൽ നോഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ നോഡിൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്, പ്ലസ് ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട്. ഐഡൻറ്റിഫയറുകൾ ഒന്നും നോഡിൽ വന്നിട്ടില്ല. അപ്പോൾ നോഡുകളിൽ എന്ത് മാത്രമേ വരാൻ പാടൂ? ഓപ്പറേറ്ററുകൾ മാത്രമേ വരാവൂ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ചോട്ടുന്ന് പോവുക. ID3 × 60 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് ആ നോഡ് മാറിയിട്ട് അവിടെ ലീഫായിട്ട് കിടക്കും. പിന്നെ ID2 പ്ലസ് ആ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്തിട്ട് ആ പ്ലസ് എന്നുള്ളവിടെ വാല്യൂ ആയിട്ട് പോയി കിടക്കും. ഒരു ബോട്ടം അപ്പ് അപ്രോച്ച്. അതിന് ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കും? ID1 അസൈൻ ചെയ്തു. അപ്പോൾ ഈ രീതിയിലുള്ള പാഴ്സ് ട്രീ പാഴ്സർ ജനറേറ്റ് ചെയ്യും. ഇനി അടുത്തത് സിമാൻറ്റിക് അനലൈസർ. സിമാൻറ്റിക് അനലൈസർ എന്ത് ചെയ്യും? 60 എന്നുള്ളതിനെ റിയലിലേക്ക് മാറ്റിയിട്ടാണ്. അപ്പോൾ ആ 60 എങ്ങനെയാണ് വന്നത്? ഇൻറ്റു റിയൽ എന്നുള്ള ഒരു ഓപ്പറേഷൻ കൂടെ അവിടെ കൊടുക്കും. അപ്പോൾ ആട്രിബ്യൂട്ടുകളുടെ വാല്യൂ കൊടുക്കുന്നതാണ് എവിടെ നടത്തുന്നത്? എന്താ പറയുക, സിമാൻറ്റിക് അനാലിസിസിൽ നടക്കുന്നത്. ഇതിനെ നമ്മൾ അബ്സ്ട്രാക്റ്റ് സിൻറ്റാക്സ് ട്രീ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ എഴുതി ഉണ്ടാക്കുന്നതിന് അബ്സ്ട്രാക്റ്റ് സിൻറ്റാക്സ് ട്രീ എന്ന് പറയും. അത് കഴിഞ്ഞാൽ അടുത്തത്
കോഡ് ജനറേറ്റർ. ഇൻ്റർമീഡിയറ്റ് കോഡാണ്. ഈ ഇൻ്റർമീഡിയറ്റ് കോഡ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അബ്സ്ട്രാക്റ്റ് സിൻറ്റാക്സ് ട്രീയിലുള്ള ഏറ്റവും ചോട്ടത്തെ വാല്യൂ ഇൻറ്റു റിയൽ ഓഫ് 60 അത് ഒരു ഓപ്പറേഷനാണ്. അത് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ temp1 സൂക്ഷിക്കും. അപ്പോൾ ഇൻറ്റു റിയൽ ഓഫ് 60 എന്നുള്ളവിടെ എന്താ വാല്യൂ കിടക്കുന്നത്? ഇപ്പോൾ temp1. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്ററിൽ എന്തിനൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ID3 temp1 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അടുത്തത് വന്നു ID3 ഇൻറ്റു temp1. അപ്പോൾ അവിടെ എന്തായിട്ട് സൂക്ഷിക്കും? temp2 സൂക്ഷിക്കും. അപ്പോൾ അവിടെ temp2 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള നോഡിൽ എന്താ വാല്യൂ വന്നത്? ഇപ്പോൾ temp2. അടുത്ത ഓപ്പറേറ്റർ എന്താ? പ്ലസ്. എന്തിന് പ്ലസ് ചെയ്യണം? ID2 temp2 തമ്മിൽ പ്ലസ് ചെയ്യണം. അപ്പോൾ ID2 temp2 തമ്മിൽ പ്ലസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും? ആ പ്ലസ് എന്നുള്ള നോഡിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്താണ് അവിടെ കിട്ടുന്നത്? temp3 കിട്ടി. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ആ temp3 ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക? ID1 അസൈൻ ചെയ്തു. ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്തു. ഇനി കോഡ് ഒപ്റ്റിമൈസ് ചെയ്തു. കോഡ് ഒപ്റ്റിമൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ 1ഉം 2ഉം ലീഫുകളെ ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്ത് അതിനെ നേരെ എന്താക്കി മാറ്റി? temp1 മാറ്റി. ആ temp1ഉം ID2 തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെ temp3 അസൈൻ ചെയ്യുന്നതിന് പകരം ആർക്ക് തന്നെ അസൈൻ ചെയ്ത് കൊടുത്തു? ID1 തന്നെ അസൈൻ ചെയ്തു കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തു. ആ 4 എണ്ണത്തിനെ ചുരുക്കി 2 എണ്ണത്തിൽ കാണിച്ചു. അപ്പോൾ കോഡ് ഒപ്റ്റിമൈസ് ചെയ്തു. ഇനി കോഡ് ജനറേറ്റർ എന്നുള്ളത് ഇതാ. ഇപ്പം നിങ്ങൾക്കിത് അസംബ്ലി കോഡായിട്ടൊക്കെ നിങ്ങൾക്ക് പറയാം. മൂവ് എഫ് R2ലേക്ക് ID3 മാറ്റുക. മൾട്ടിപ്ലൈ ചെയ്യണം. 60നെ R2 മൾട്ടിപ്ലൈ ചെയ്യണം. R1ലേക്ക് ID2 കൊണ്ടുവരിക. എന്നിട്ട് R1ഉം R2ഉം തമ്മിൽ ആഡ് ചെയ്യുക. റിസൾട്ട് R1ലാണ് കിടക്കുക. R1 റിസൾട്ടിന് ആർക്ക് ഇട്ട് കൊടുക്കുക? ID1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു കമ്പൈലർ ചെയ്യുന്ന വർക്ക്. ഓവറോൾ വ്യൂ വർക്കിൻ്റെ ഒരു കമ്പൈലർ ഡിസൈൻ ഒരു കമ്പൈലറിൻ്റെ ആക്ടിവിറ്റിയുടെ ഓവറോൾ വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്.